ഹായ്, ഞാൻ ഡോക്ടർ വിനീത, കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസറാണ്. ടോഡ്ലർ ഗ്രൂപ്പിൽ പെടുന്ന കുട്ടികളിലെ മറ്റൊരു പെരുമാറ്റ പ്രശ്നമാണ് പിക്കി ഈറ്റിംഗ്. ചില കുട്ടികൾ ഭക്ഷണത്തിനോട് തന്നെ അതൃപ്തി കാണിക്കും. ചിലർ വളരെ ചൂസി ആയിരിക്കും, ഇന്ന കാര്യങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്തേക്കൊക്കെ നമ്മൾ പുറപ്പെടുമ്പോൾ പാരൻസിന് വലിയൊരു ഹെഡേക്ക് ആണ് ഇവർ കഴിക്കുന്നത് മാത്രം നോക്കി കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇത് എനിക്ക് പറയാനുള്ളത് രക്ഷിതാക്കള് അവരുടെ കുറച്ച് കലാപാഠവും പുറത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. അതായത് കുറച്ച് പാചക നൈപുണ്യമൊക്കെ കാണിക്കുക, കുറച്ച് കളർഫുൾ ആയിട്ട് കുട്ടികൾക്ക് എന്നും ഒരേ റുട്ടീൻ തന്നെ പിന്തുടരാതെ കുറച്ച് നിറത്തിലും ഭാവത്തിലും ഒക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ദോശ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചട്ടിയിലിട്ട് പരത്തുന്നതിന് പകരം ഒരു മിക്കയുടെ ഒക്കെ രൂപത്തിൽ ഒരു തല, 2 ചെവി ഒക്കെ കൊടുത്ത കുട്ടികൾ വളരെ ഹാപ്പിയാവും. അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ബീട്രൂട്ട്, ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്ത് കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും, കുട്ടി വളരെ ഹാപ്പിയാവും. അങ്ങനെ കളർഫുൾ ആയിട്ടും ബീട്രൂട്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രിപ്പയർ ചെയ്യാം. ഇതൊരു മെത്തേഡാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികളെ ഗാഡ്ജറ്റ്സിന് മുന്നിൽ ഇരുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഗാഡ്ജറ്റ്സിന്റെ യുഗമാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കുട്ടികൾക്കും വേണം. പക്ഷെ അതിനൊരു ടൈം സെറ്റ് ചെയ്യാം. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾ ഭക്ഷണത്തിന്റെ നിറവും രുചിയും മണവും ഒക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. അല്ലെങ്കിൽ അത് വളരെ യാന്ത്രികമായിട്ടുള്ളൊരു കഴിപ്പായി മാറും. പല ആരോഗ്യ പ്രശ്നങ്ങളും അതിലൂടെ കുട്ടികൾക്ക് വരാം. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മൂമ്മമാരൊക്കെ പറമ്പിലൊക്കെ നടന്ന് കാക്കയും പൂച്ചയും ഒക്കെ കാണിച്ചിട്ടാണ് ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്ന് കുഞ്ഞിന്റെ വിഷൻ സ്പാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ബ്രോഡാണ്. അവൻ ആസ്വദിച്ച് പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെന്ന് കഴിക്കുകയാണ് പക്ഷെ ഈ ഒരു ഗാഡ്ജറ്റ്സ് നോക്കി മാത്രം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ചെറിയൊരു സ്പേസിലോട്ട് അവന്റെ ശ്രദ്ധ തളച്ചിടുവാണ്. കുട്ടി ഭക്ഷണം കഴിക്കുകയെന്ന് കുട്ടി അറിയുന്നേയില്ല. ആ രീതിയിലുള്ളൊരു കഴിക്കലായി മാറരുത് എന്നുള്ളതാണ് പറയാനുള്ളത്.